വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിനെതിരെ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുൻകാലങ്ങളിൽ പദ്ധതി വിനിയോഗത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പിന്നിലെന്ന ഖ്യാതി നേടിയ പഞ്ചായത്തിനെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിലെത്തിക്കുന്നതിനുള്ള ശ്രമമാണ് UDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നതെന്നും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മണിയാരൻകുടി ഓപ്പൺ ജിം, തടിയമ്പാട് ബസ് സ്റ്റാൻഡ് നിർമ്മാണം, ചെറുതോണിയിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഉൾപ്പെടെ മുൻ ഭരണസമിതി എടുത്ത പദ്ധതികളിൽ പലതും മാറ്റേണ്ടി വന്നത് സ്ഥലം ലഭ്യമാക്കാത്തതും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ ഉൾപ്പെടെ അനുമതി ലഭ്യമാകാത്തതുമായ സാഹചര്യത്തിലാണ്. ഏതാനും ദിവസങ്ങൾ അവശേഷിക്കെ ഈ പദ്ധതികൾക്കായി അനുവദിച്ച തുക ലാപ്സായി പോകാതിരിക്കാനാണ് പ്രതിപക്ഷാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തത്. ഗാന്ധിനഗറിൽ ഭവന നിർമ്മാണ പദ്ധതിക്ക് LDF ഭരണസമിതി ഗുണഭോക്തൃ ലിസ്റ്റ് പോലും തയ്യാറാക്കാതെ പണം നഷ്ടപ്പെടുത്തിയെന്ന് പ്രചരിക്കുന്നത് മുൻ ഭരണസമിതിയുടെ ജാള്യത മറച്ചുവെക്കാനാണെന്നും വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വൈസ് പ്രസിഡന്റ് സെലിൻ VM എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 ലക്ഷം രൂപ അത് ഒരു സ്ഥലം ഇതാകുകയോ സറണ്ടർ ആകുകയോ, അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ ഇനി വരുന്ന നിസ്സാര ദിവസങ്ങൾ കൊണ്ട് ഓപ്പൺ ജിംനേഷ്യത്തിൻ്റെ ഒരു കാര്യങ്ങളും നടക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഫണ്ടും നമ്മൾ മാറ്റിയത്. ഈ പറയുന്നത് പോലെ ആ ഫണ്ട്, അതുപോലെ തന്നെ ചെറുതോണിയിലെ ടേക്ക് എ ബ്രേക്ക് അത് പദ്ധതിക്ക് നമുക്ക് സ്ഥലം ലഭിച്ചിട്ടില്ല. നമുക്ക് ചെറുതോണിയിൽ ഇനി വരുന്ന ഈ നിസ്സാര ദിവസങ്ങൾ കൊണ്ട് അതും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അതിൻ്റെ ഫണ്ടും നമ്മൾ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ ഫണ്ടും ജവഹർ ഭവന നിർമ്മാണ പദ്ധതിയുടെ തിരിച്ചടവിലേക്ക് കാണിച്ചുകൊണ്ടാണ് നമ്മൾ പദ്ധതി ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മാറ്റിവെച്ച ഒരു പദ്ധതിയും മുടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സർക്കാരിൽ നിന്നും ഫീസിബിലിറ്റി ലഭ്യമാകുന്ന സ്ഥലം സൗണ്ടർ ചെയ്ത് കിട്ടുന്ന മുറയ്ക്ക് ഫണ്ട് മാറ്റിവെച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഗാന്ധിനഗറിലെ അർഹരായവരുടെ ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കി ഭവന നിർമ്മാണത്തിന് മുന്തിയ പരിഗണന നൽകുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ സിബി തകരപ്പിള്ളി, ജോസഫ് PP, ടിൻഡു സുഭാഷ്, റിൻസി സിബി, സാലി ബാബു, ഷോബി ജെയ്സൺ, കലേഷ് സിജി, രവി സുധാകരൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി.